സന്ദീപ് വാര്യർ ഇവിടെ ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ അടക്കം മുകേഷിന്റെ രാജി കർശനമായ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ്. ഇവിടുത്തെ കേരളത്തിലെ നിങ്ങളുടെ ഏറ്റവും വലിയ തലപ്പൊക്കമുള്ള നേതാവ്, അല്ലെങ്കിൽ കേരളത്തിലെ ലോക്സഭയിലേക്കുള്ള ചരിത്രത്തിലാദ്യമായി ബി ജെ പി എന്ന് പറയാവുന്നതിൽ BJP-യുടെ ഒരു MP, നിങ്ങളുടെ നമ്മുടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലെ കേന്ദ്രമന്ത്രി എന്ന മഹനീയ പദവി അലങ്കരിക്കുന്നയാൾ മുകേഷിനൊപ്പം എന്ന നിലപാട്, കർശനമായുള്ള നിലപാട്, അഗ്രസീവായ വികറസായ നിലപാട് തിരുത്താത്തിടത്തോളം കാലം കെ സുരേന്ദ്രനും ശ്രീ സന്ദീപ് വാര്യരൊക്കെ വരുന്നു മുകേഷിനെതിരെ എന്ന് പറയുന്നത് വല്ല കാര്യമുണ്ടോ? അശ്മി, ഈ വിഷയം ഇന്നലെ എനിക്ക് തോന്നുന്നത് BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ വന്നിരുന്ന് താങ്കൾ ചർച്ച ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നത് വാസ്തവത്തിൽ പ്രേക്ഷകർക്ക് ഒരു അരോചകമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയം ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞതും വിശദീകരിച്ചതുമാണ്. അതിലപ്പുറം എന്തെങ്കിലും വിശദീകരണം വിഷയത്തിൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സുരേഷ് ഗോപി ആ നിലപാട് തിരുത്തിയിട്ടില്ല ഇതുവരെ. അല്ല, പാർട്ടിയുടെ നിലപാട് സുരേഷ് ഗോപി ആദ്യം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് താങ്കൾ പറഞ്ഞതുപോലെ ആയിരുന്നില്ല. ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്ന അർത്ഥം വരുന്ന രീതിയിൽ കോടതി ആ കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്ന് ഒരു മന്ത്രിക്ക് പറയാവുന്ന രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിനുശേഷമാണ് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം വിളിച്ച് പാർട്ടിയുടെ തീരുമാനം, പാർട്ടിയുടെ നിലപാട് അസന്നിഗ്ധമായി വെളിപ്പെടുത്തിയത്. അപ്പം അതിനുശേഷം സുരേഷ് ഗോപിയല്ല, ഞാനടക്കം എല്ലാ മുഴുവൻ നേതാക്കന്മാരും സംസ്ഥാന പ്രസിഡന്റിന്റെ നിലപാട്, പാർട്ടിയുടെ നിലപാട് പിന്തുടരാൻ ബാധ്യസ്ഥരാണ്. പാർട്ടിയുടെ നിലപാട് വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും അത് ഫോളോ ചെയ്യുകയാണ്. പാർട്ടിയാണോ വലുത്, പാർട്ടിയുടെ ഒരു കേന്ദ്രമന്ത്രിയാണോ വലുത് സന്ദീപ് വാര്യർ? പാർട്ടിയാണല്ലോ മന്ത്രിയെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ സംശയം? പാർട്ടിയുടെ മന്ത്രിയാണ്, ഒരു സംശയവും കാര്യത്തിലില്ല. അദ്ദേഹം പാർട്ടിയുടെ അച്ചടക്കമുള്ള പ്രവർത്തനം തന്നെയാണ്. ഒരു കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞ അതിനുശേഷം കെ സുരേന്ദ്രൻ പറയുന്നതിനെ പറ്റി ചോദിക്കാൻ പോകുമ്പോഴാണ് അദ്ദേഹം അക്രമാസക്തനായി പെരുമാറിയത്. അതിനുശേഷം അദ്ദേഹം സൗകര്യമില്ല എന്നവിടെ പറഞ്ഞു. ശ്രീ സന്ദീപ് വാര്യർ എഴുതി വെച്ചോ, ഈ സർക്കാർ കോൺക്ലേവ് സംഘടിപ്പിക്കുകയാണെങ്കിൽ ആ കോൺക്ലേവിൻ്റെ മുൻനിരയിൽ പോയി നിൽക്കും മുകേഷിന് പിന്തുണയുമായി നിങ്ങളുടെ MP. അവിടെ കരിങ്കൊടി കാണിക്കാൻ പോകുന്ന യുവമോർച്ച പ്രവർത്തകർക്ക് കാണിക്കേണ്ടി വരും സുരേഷ് ഗോപിയെ അടക്കമായിരിക്കും സന്ദീപ് വാര്യർ. അല്ല, ഈ സുരേഷ് ഗോപിയുടെ തീരുമാനവും BJP-യുടെ തീരുമാനവും ഒക്കെ നിങ്ങൾ ഈ ചാനൽ റൂമുകൾ തീരുമാനിക്കേണ്ട, ഞങ്ങൾ തീരുമാനിച്ചോളാം. ആ കോൺക്ലേവ് ഏത് രീതിയിൽ നടക്കണോ എന്ന് വരെ ഞങ്ങൾ തീരുമാനിച്ചോളാം. കാരണം അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്. ആ കോൺക്ലേവിൻ്റെ ചുമതലക്കാരനായിട്ട് ഇപ്പോൾ നിശ്ചയിച്ചുള്ള ഷാജി N. കരുണിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് നിൽക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ എടുത്ത കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളുടെ കയ്യിൽ ഇത്തരത്തിലുള്ളൊരു കോൺക്ലേവിൻ്റെ ഉത്തരവാദിത്തം കൊടുക്കുന്നത് വാസ്തവത്തിൽ ഈ ഇരകളോട് കാണിക്കുന്ന വലിയ നീതി നിഷേധമല്ലേ? അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ കൊടുങ്കാറ്റിൽ ആന പാറിയ കഥ പറയുന്ന സമയത്ത് മറ്റ് ചെറിയ കാര്യങ്ങൾ പറയരുത് എന്നാണ് എനിക്ക് പറയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇവിടെ വലിയൊരു കൊടുങ്കാറ്റ് വന്നിരിക്കുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇവിടെ PCR-ലൊന്നും പറയണം, എനിക്ക് എക്കോ വരുന്നുണ്ട്. ശരിയാക്കൂ. ഞാൻ പറയുന്നത് ഇവിടെ വലിയൊരു പ്രശ്നം വന്നിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നു. നിരവധി സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നതായി അവർ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇവിടെ CPM-നെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ തടയാൻ വേണ്ടി ആസൂത്രിതമായി ചില പരിശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. നോക്കൂ, ഇന്ന് പൊടുന്നനെ ഇടതുപക്ഷക്കാരെന്ന് നടിക്കുന്ന കുറേ ആളുകൾ ചേർന്ന് മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നു. മുകേഷ് രാജിവെക്കണം എന്നുള്ള തർക്കമൊന്നുമില്ല. മുകേഷിന് രാജിവെച്ചേ മതിയാകൂ. കാരണം അത്രമേൽ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്ന ഒരു MLA കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഇന്ന് ഇടതുപക്ഷക്കാരെന്ന് നടിക്കുന്ന ആളുകൾ വന്ന് മുകേഷിനെതിരെ പറയുന്നതിന് പുറകിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് മുകേഷിനെ CPM മാറ്റിയിരിക്കുന്നു, അതുകൊണ്ട് ഇതാ CPM ധാർമ്മികത ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് എല്ലാവരും പിണറായി വിജയന് കൈയടിക്കൂ എന്ന് നാളെ പറയാനുള്ള ഒരു നറേറ്റീവ് ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്. രണ്ട്, ഈ ഇടതുപക്ഷക്കാരൊക്കെ കഴിഞ്ഞ 5 വർഷം എവിടെയായിരുന്നു? ഉയർന്ന സ്ത്രീപക്ഷവാദം മുന്നോട്ട് വയ്ക്കുന്ന, സ്ത്രീത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന ഈ ഇടതുപക്ഷക്കാരൊക്കെ കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയൻ സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേൽ അടയിരുന്ന ആ കാലഘട്ടത്തിൽ എന്തേ അവർ പറയുന്നത് പുറത്തു വിടണമെന്ന്? അവർ പറഞ്ഞിട്ടില്ലല്ലോ. ഈ റിപ്പോർട്ടിൽ മുകേഷിന്റെ പേര് വന്നതിന് ശേഷം മാത്രമാണല്ലോ ഇപ്പൊ ഇത്തരത്തിൽ പുതിയൊരു ഡെവലപ്മെന്റ് വന്നിട്ടുള്ളത്. ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. കാരണം മുകേഷ് രാജിവെക്കേണ്ടി വരും. കേരളത്തിന്റെ പൊതുസമൂഹം മുകേഷിനെതിരാണ്. മുകേഷ് രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ കേരളത്തിന്റെ പൊതുസമൂഹം, കേരള സർക്കാർ ഇക്കാര്യത്തിലെടുത്തുള്ള, പിണറായി വിജയൻ ഇക്കാര്യത്തിലെടുത്തിട്ടുള്ള അങ്ങേയറ്റം പ്രതിലോമകരമായിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിലപാടിനെതിരായിട്ട് കേരളത്തിലെ പൊതുസമൂഹം നിൽക്കുകയാണ്. അതിൽ നിന്ന് പിണറായി വിജയനെയും സർക്കാരിനെയും രക്ഷിക്കുക എന്നുള്ള ദൗത്യത്തോടു കൂടിയാണ് ഇവിടെ ചില കവിത മോഷ്ടാക്കളൊക്കെ പിന്നെ രംഗത്തിറങ്ങിയിട്ടുള്ളത്. പ്രളയ ഫണ്ട് മുക്കിയ ആളുകളൊക്കെ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഈ രണ്ടു കൂട്ടരും ഇന്ന് യോജിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞ ആളൊന്നുമില്ല കേട്ടോ. അല്ല, ഞാൻ
ആ 100 പേരിൽ താങ്കൾ പറഞ്ഞ ആളില്ല എന്ന് എൻ്റെ അറിവ്. ആ 100 പേരിൽ താങ്കൾ പറഞ്ഞ ആളില്ല. ഞാൻ ആ 100 പേരുടെ കാര്യമല്ല പറയുന്നത്. ഇന്ന് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ഇതേ ആവശ്യം ഉന്നയിച്ച് പൊടുന്നനെ രംഗത്ത് വന്നിട്ടുള്ള സ്ത്രീപക്ഷവാദികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഒന്ന്, ഇവിടെ സെക്ഷൽ ഹാരാസ്മെന്റ് നടന്നു, ആക്ഷേപമുണ്ട്, ഗുരുതരമായിട്ടുള്ള കാര്യം, അന്വേഷണം നടക്കണം, പ്രതികൾ ശിക്ഷിക്കപ്പെടണം. പക്ഷേ അതോടൊപ്പം ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഡ്രഗ് അബ്യൂസിനെ കുറിച്ച്. മലയാള സിനിമയിലെ ഡ്രഗ് അബ്യൂസിന്റെ മൊത്തക്കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ സ്ത്രീപക്ഷവാദികളായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ കഞ്ചാവിന്റെ പേരിൽ സിനിമ ഇറക്കി കേരളത്തിലെ യുവസമൂഹത്തെ മുഴുവൻ മയക്കുമരുന്നിന് അഡിക്റ്റാക്കി മാറ്റിയിട്ടുള്ള, സ്വന്തം നിർമ്മാണ കമ്പനി പോലും ഒരു മയക്കുമരുന്നിന്റെ പേരിൽ അറിയപ്പെടുന്ന ചില മാന്യന്മാർ, പ്രളയ ഫണ്ട് മുക്കിയവർ, അവരൊക്കെ ഇക്കാലത്ത് വന്ന് ഇപ്പോൾ വലിയ മാന്യത ചമയുകയാണ്. ഞാൻ ഇതിലെ ഒരു സംഘടനയും അനുകൂലിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ചില സംഘടനകൾ പ്രതികരിക്കാത്തത് അവർ മാധ്യമങ്ങളെ ഭയന്നത് കൊണ്ടാണെന്ന് പറയുമ്പോൾ, ആഷ്മി 4-5 വർഷക്കാലം മുമ്പ് പ്രളയ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടിയ മാന്യന്മാരാണത് പറയുന്നത്. നിങ്ങൾ ഓർത്തു നോക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാതെ മാറിയുന്ന ആളുകൾ ഇപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നു, അത്രേ ഉള്ളൂ. WCC എന്ന സംഘടന ഇപ്പൊ ഇതിൽ മുഴുവൻ മാധ്യമങ്ങളും അല്ല സന്ദീപ് വാര്യർ, ഇവിടെ അമ്മ എന്ന സംഘടന മോഹൻലാൽ എന്ന നടനെ പ്രതികരിക്കാൻ വയ്യാത്തത് കാരണം അത് പിരിച്ചുവിട്ട് ഓടി. മമ്മൂട്ടി എന്ന നടൻ എവിടെയാണെന്ന് അറിയില്ല. ഈ വിഷയത്തിൽ മമ്മൂട്ടി മോഹൻലാലും ഇവിടുത്തെ മലയാളം ആരാധിക്കുന്ന 2 മഹാനടന്മാരാണ്. അവർ 2 പേർ ഒരു കസേര വിളിച്ചിട്ടിരുന്ന് മാധ്യമങ്ങളെ വിളിച്ചാൽ മാധ്യമങ്ങളൊക്കെ പോകുമേ. അവർ വന്നിരുന്ന് കുറ്റക്കാരുണ്ടെങ്കിൽ അവർ പുറത്താണ്, ഇല്ലെങ്കിൽ സിനിമാ മേഖലയ്ക്ക് ഒരു സംഭവം സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ആത്മവിശ്വാസം എത്രത്തോളം വലുതാണ്. 2 പേരും അനങ്ങാതെ മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ WCC പോലുള്ള ചില സംഘടനകൾ ഇപ്പോഴും പുറത്തു വന്നു നിന്ന് കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. സന്ദീപ്, അതിനുള്ള പിന്തുണ കൊടുക്കണം. ഞാനത് പറയാം. ഇപ്പൊ WCCയിലെ ഏറ്റവും ഇപ്പൊ ഈ വിഷയത്തിലെ എന്താ പറയുക ഒരു സെൻട്രൽ സ്റ്റേജ്, അതല്ലെങ്കിൽ എന്താ പറയുക ഝാൻസി റാണി എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന പാർവതി തെരുവോത്തുണ്ടല്ലോ, മാധ്യമങ്ങളും ഇവിടുത്തെ മറ്റുള്ളവരൊക്കെ വിശേഷിപ്പിക്കുന്ന പാർവതി തെരുവോത്തുണ്ടല്ലോ, ഈ പാർവതി തെരുവോത്ത് കാണിച്ചത് അങ്ങേയറ്റം കാപട്യം നിറഞ്ഞ നിലപാടല്ലേ. അവരുടെ തൊട്ട് ഇപ്പൊ കഴിഞ്ഞ റിലീസായ സിനിമ, ഏതാ സിനിമ? ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിൽ അവരുടെ അച്ഛന്റെ റോൾ ആരാ കൈകാര്യം ചെയ്തത്? അലൻസീർ എന്ന് വിളിക്കപ്പെടുന്ന ആരോപണ വിധേയനായിട്ടുള്ള നടൻ, ഒരു CITU സംസ്ഥാന നേതാവിന്റെ മകളാണ് അലൻസിയർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചത്. കേവലം ഒരാളല്ല ആക്ഷേപം ഉന്നയിച്ചത്. സംസ്ഥാന സർക്കാർ കൊടുത്ത അവാർഡ് വേദിയിൽ നിന്നുകൊണ്ട് അലൻസിയർ പ്രസംഗിച്ചത് എന്താണ്? പൗരുഷത്തിന്റെ പ്രതീകമായ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ ഒരു സ്ത്രീയുടെ പ്രതിമ തന്നിട്ട് എന്നെ പ്രലോഭിപ്പിക്കരുതേ എന്നാണ് അലൻസിയർ പ്രസംഗിച്ചത്. ആ അലൻസിയറെ സിനിമയിൽ സഹകരിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ, അതായത് അവരുടെ ഇവിടെ പാർവതി തെരുവോത്തിനാണെന്നേ. ഈ പാർവതി തെരുവോത്ത് ആരെയും അങ്ങോട്ട് വിലക്കിയിട്ടില്ല. പാർവതി തെരുവോത്ത് അങ്ങോട്ടേക്കാരെയും വിലക്കിയിട്ടില്ല. ഇവിടെ പാർവതി തിരുവോത്തിനെയാണ് വിലക്കിയത്. സന്ദീപ് വാര്യർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ആ നടി കീഴടങ്ങാനോ തൂങ്ങി മരിക്കാനോ തയ്യാറാവാൻ നട്ടലുയർത്തി പോരാടാൻ തീരുമാനിച്ചപ്പോഴാണ് പാർവതി തിരുവോത്തും രമ്യ നമ്പീസിനും പത്മപ്രിയ അടക്കമുള്ളവർ അവരുടെ കരിയർ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഭയക്കാതെ ധൈര്യത്തോടെ നടിക്കൊപ്പം നിൽക്കുന്നത്. അതിന്റെ പേരിൽ അവർ അങ്ങേയറ്റം ഒതുക്കപ്പെട്ടവരാണ്. സ്വന്തം ആവശ്യത്തിന് രക്തസാക്ഷികളായവരല്ല. ആരാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കാരണക്കാരായവർ അവരെ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണ്? അതാ പവർ ഗ്രൂപ്പിന്റെ താല്പര്യമല്ലേ സന്ദീപ് വാര്യർ? അത് പറയാമോ? മുഴുവനല്ല പറയുന്നത്. അല്ല അഷ്മി പറയും അഷ്മി, കൃത്യമായി പറയും അഷ്മി. ഇവരുടെ എല്ലാം കാപട്യം നിറഞ്ഞ നിലപാടുകളാണ്, കാപട്യം നിറഞ്ഞ ഫെമിനിസ്റ്റ് നിലപാടുകളാണ്. അലൻസിയർ എന്ന് പറയുന്ന ഇവിടെ പാർവതി തിരുവോത്ത് അടക്കമുള്ള നടികളാണ് ഈ പറയുന്നത്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ റിപ്പോർട്ടിനും അതിന്റെ കാരണക്കാരായവർ അവരാണ്. അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്തേണ്ടത് ഈ പറയുന്ന പവർ ഗ്രൂപ്പിന്റെ വേട്ടക്കാരുടെ ആവശ്യമാണ്. സന്ദീപ് എന്തിനാണ് ആ വാദം ഉന്നയിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല അഷ്മി, ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തിൽ പിന്നെ രംഗത്ത് വന്നിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് മാടപ്രാവ് ചമയുന്ന പ്രളയ ഫണ്ട് തട്ടിപ്പിലെ സെൻട്രൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആളെ, അപ്പോൾ ആ ആളെ ഞാൻ ആ പ്രളയ ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ 4-5 വർഷം മുമ്പ് ഞാൻ പുറത്തു കൊണ്ടുവന്ന സംഭവമാണ്. അന്ന് നിങ്ങൾ എന്നെ അന്ന് ആക്ഷേപിച്ചവരാണ്, പിന്നീട് തെളിഞ്ഞതാണ്. എന്റെ ആരോപണം വസ്തുതയാണ്. ഇവരൊക്കെ സമൂഹത്തോട് പേടിയില്ല സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇത്തരം ആളുകൾ ഇവരൊക്കെ ചുരുങ്ങിയ പക്ഷം വേട്ടക്കാർക്കെതിരെ സമൂഹത്തോട് സംസാരിക്കുകയാണ്. പാർവതി തിരുവോത്ത് അടക്കമുള്ളവർ. ഇവിടെ മോഹൻലാൽ എന്നൊരു നടനുണ്ട്, മമ്മൂട്ടി എന്നൊരു നടനുണ്ട്. ഏതോ മാളത്തിൽ വിളിച്ചിരിക്കുകയാണ്. കണ്ടവരുണ്ടോ? കേട്ടവരുണ്ടോ? അല്ല, എന്നിട്ട് അവരെ പറയാതെ സംസാരിക്കുന്നവരെ പറയാണോ? അഷ്മി എന്ന് പറഞ്ഞോട്ടെ. അല്ലല്ല സംസാരിക്കുന്നവരെ പറയേണ്ടി വരുന്നത് സംസാരിക്കുന്ന ചേരുടെ പശ്ചാത്തലവും അവരുടെ കാപട്യവും തുറന്നു പറയുകയാണ്. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്തേ ചർച്ച അങ്ങോട്ട് പോകുന്നില്ല? ഈ ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ട്, ഡ്രഗ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടക്കുന്ന പാക്കപ്പ് പാർട്ടികളുടെ ഉസ്താദുമാരാരാണ്?
ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകളാരാണ്? ഇതും ചർച്ച വരണമെന്നേ. വേണമെന്നേ. ഇപ്പൊ എല്ലാം ചർച്ച ചെയ്യണം, ഇടപെടൽ എല്ലാം ചർച്ച ചെയ്യണം. ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ എല്ലാ കാര്യം ചർച്ച ചെയ്യണം. പക്ഷേ ഹേമ കമ്മിറ്റി എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത്? ഞാൻ പറഞ്ഞോട്ടെ. അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഈ പറയുന്ന ഡ്രഗ് പ്രശ്നമുണ്ട്, ഈ പറയുന്ന പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത ഗതികേടിന്റെ സാഹചര്യമുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴും ഈ പറയുന്ന സെക്ഷൽ ഹറാസ്മെന്റ് ആണ് മലയാള സിനിമയിലെ വനിതകൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി എന്ന് ഹേമ എന്താണ് പഠിച്ചു വായിച്ച് എഴുതി വെക്കുകയാണ് റിപ്പോർട്ടിൽ. അതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത്. അല്ല ഹാഷ്മി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കീർണമായ പ്രശ്നമാണ് കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ തർക്കമില്ല. അതിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കെതിരെ അന്വേഷണം വേണം, ശിക്ഷിക്കപ്പെടണം. അതിലൊരു തർക്കമില്ല. മുകേഷ് രാജിവെക്കുന്ന കാര്യത്തിൽ 100% തർക്കമില്ല. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭത്തിൽ മുൻനിരയിലുള്ള ആളുകളാണ്. അതവിടെ നിൽക്കട്ടെ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. അത് കേരളത്തിലെ യുവസമൂഹത്തെ വഴിതെറ്റിക്കുന്നതാണ്. അതൊന്ന്. രണ്ട്, ഞാൻ പാർവതി തെരുവത്തിന്റെ കാര്യം പറയാൻ, അലൻ സീറുടെ കൂടെ അഭിനയിക്കില്ല എന്നൊരു നിലപാട് എന്ത് എടുക്കാതിരുന്നത്? അലൻസിയറെ പോലെ അങ്ങേയറ്റം ഈ ആരോപണ വിധേയനായിട്ട് മറ്റു വ്യക്തികളുടെ കൂടെ ഇവർ അഭിനയിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ഞാൻ തുടർന്നും അഭിനയിക്കുമെന്ന് പറയുന്നത് വന്ന ആളുകൾക്ക് അലൻസിയർ എന്ന് പറയുന്നത് സംവിധായകന്റെ ചോയ്സ് ആണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ ചോയ്സ് ആണ്. അദ്ദേഹം വരുന്ന സെറ്റിൽ ഞാൻ പോവില്ല എന്ന് പറയുന്നത് വിലക്കിന്റെ ഭാഷയാണ്. പാർവതി തിരുവോത്ത് ആ വിലക്കിന്റെ ഭാഷ എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്കാണ് വിലക്ക് നേരിട്ടത്. സന്ദീപ് വാര്യർ കരിയറിന്റെ പീക്കിൽ, കരിയറിന്റെ ടോപ്പ് മോസ്റ്റ് പീക്കിൽ മലയാള സിനിമയ്ക്ക് അനിവാര്യമായി നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന നടിക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയവരാണ്. ഈ പറയുന്ന പവർ ഗ്രൂപ്പിനോട് നേർക്കുന്നവർ സംസാരിച്ച സ്ത്രീയാണ്, ഒറ്റയ്ക്ക് നിന്നവരാണ്. അവരെ എന്താണ് അവരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യല്ലേ സന്ദീപ് വാര്യർ? ബഹുമാനിക്കണ്ട, പക്ഷെ അവമതിക്കല്ലേ? അല്ല, അവരുടെ ക്രെഡിബിലിറ്റി അവരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടണം. കാരണം അലൻസിയർ എന്ന് പറയുന്ന അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധനായിട്ടുള്ള ഒരാളെ കഴിഞ്ഞ സിനിമയിൽ പോലും സഹകരിപ്പിച്ചിട്ടുള്ള പാർവതി തിരുവോത്ത് നിങ്ങൾ ആലോചിക്കണം. അവർ സിനിമയിൽ ഹീറോയിനാണ്. അവർക്ക് വേണമെങ്കിൽ അപ്രധാനമായ വേഷം കൈകാര്യം ചെയ്ത് അലൻസിയറെ മാറ്റാമായിരുന്നു. അവർക്ക് പറയാമായിരുന്നു ഇദ്ദേഹത്തോടും സഹകരിക്കില്ല എന്ന് പറയാമായിരുന്നു. എങ്ങനെയാണ് വാദം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പിന്നെയും പറയുന്നു, പാർവതി തിരുവോത്തിന്റെ ഭാഷയല്ല വിലക്കിന്റെ ഭാഷ. പാർവതി തിരുവോത്തിന്റെ ഭാഷയല്ല വിലക്കിന്റെ ഭാഷ. ഈ പാർവതി തിരുവോത്തിന്റെ നിലപാടല്ല വിലക്കിന്റെ ഭാഷ. അത് ഈ പറയുന്ന സിനിമാ മേഖലയിലെ തമ്പ്രാക്കന്മാരുടെ നിലപാടാണ്. ആ നിലപാടിനെതിരെയാണ് പാർവതി പോരാട്ടം നയിക്കുന്നത്. മാത്രമല്ല, എത്ര കാലത്തിന് ശേഷം കിട്ടുന്ന സിനിമയാണ് ഉള്ളൊഴുക്ക്. എത്ര കാലത്തിന് ശേഷം കിട്ടുന്ന സിനിമയാണ് ഉള്ളൊഴുക്ക്. മലയാള സിനിമയിൽ ഏറ്റവും അനിവാര്യമായി ആ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് പാർവതി ഇറങ്ങുന്നത്. അല്ല, നടി ആക്രമിക്കപ്പെട്ടപ്പോൾ അവരുടെ കണ്ണീരിനൊപ്പം നിൽക്കുകയാണ്, ഒരു വിപ്ലവ പ്രവർത്തനം നടത്തുകയാണ്. അതിനെ ബഹുമാനിച്ചില്ലെങ്കിലും അവമതിക്കല്ലേ സന്ദീപേ? കഷ്ടം. ഇതാണോ ഏറ്റവും വലിയ പ്രശ്നം? സന്ദീപ് കാണുന്ന പാർവതി തിരുവോത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടത്തിന്റെ ഭാഗമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായെങ്കിൽ ഹേമ കമ്മിറ്റി സന്ദീപ് വാര്യർ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ന് പറഞ്ഞാൽ പാർവതി തിരുവോത്ത് അടക്കമുള്ളവർ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായതിന്റെ ഭാഗമായി അത് പുറത്തു വരുന്ന ചർച്ചയിൽ അതിന് കാരണക്കാരായവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നുവെങ്കിൽ അതിന് ഉദ്ദേശം വേറെന്തോ ആണ്. ഓക്കെ സന്ദീപ്, ഞാൻ